നമ്മളെല്ലാവരും കേട്ടു വളർന്ന ഒരു കഥയുണ്ട് അല്ലേ, ഉൽപ്പത്തിയുടെ കഥ. പക്ഷേ ആ കഥയ്ക്ക് നമ്മളാരും കേട്ടിട്ടില്ലാത്ത കുറച്ചുകൂടി ഇരുണ്ട ഒരു മറുവശമുണ്ടെങ്കിലോ? നൂറ്റാണ്ടുകളായി മറഞ്ഞിരുന്ന ഒരു രഹസ്യം, സൃഷ്ടിയെക്കുറിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ പുരാതന കഥ തുടങ്ങുന്നത് തന്നെ ഒരു അനുഗ്രഹം കൊണ്ടൊന്നുമല്ല, മറിച്ച് വളരെ ശക്തമായൊരു മുന്നറിയിപ്പോടെയാണ്. അവരുടെ ഫലം വിഷമാണ്, അവരുടെ വാഗ്ദാനം മരണമാണ്. ഓർക്കണം, ഇത് പറുദീസയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പത്തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇത് നമ്മൾ കേട്ടറിഞ്ഞ ആ ഏദൻ തോട്ടത്തിന്റെ കഥയല്ല. അപ്പോ എന്താണിത്? ഏദൻ തോട്ടം ശരിക്കും ഒരു കെണിയായിരുന്നോ? ഈയൊരു ചോദ്യത്തിലാണ് നമ്മൾ ഇന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. ആദാമിനെയും ഹവ്വയെയും കുറിച്ചുള്ള നമ്മുടെ എല്ലാ ധാരണകളെയും തലകീഴായി മറിക്കുന്നൊരു കാഴ്ചപ്പാട്. അപ്പോ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഈ കഥയുടെ ആദ്യത്തെ ട്വിസ്റ്റ് ഇതാണ്. പറുദീസ ഉണ്ടാക്കിയത് നമ്മൾ കരുതുന്ന പോലെ സ്നേഹസമ്പന്നനായ ഒരു ദൈവമല്ല, മറിച്ച് ഭരണാധികാരികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം ശക്തികളാണ്. അവരുടെ ലക്ഷ്യം അത് മനുഷ്യന്റെ നന്മയായിരുന്നില്ല, തീർച്ച. ശരിക്കും പറഞ്ഞാൽ അതൊരു മനോഹരമായ തടവറയായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. അവിടുത്തെ ഭക്ഷണം ഒരു ചതിയായിരുന്നു, മരങ്ങൾ അധർമ്മത്തിന്റെ പ്രതീകങ്ങളായിരുന്നു, പഴങ്ങളോ മാരകമായ വിഷം. അവിടെ കിട്ടുന്ന വാഗ്ദാനങ്ങളെല്ലാം മരണത്തിലേക്കുള്ള വഴികാട്ടികളും. പുറമേ കാണുന്ന ആ ഭംഗിയുണ്ടല്ലോ, അത് ഉള്ളിലെ ചീഞ്ഞളിഞ്ഞതിനെ മറച്ചുവെക്കാനുള്ള ഒരു മുഖമൂടി മാത്രമായിരുന്നു. അപ്പോ ആരാണീ കൊടുംചതിക്ക് പിന്നിൽ? ഈ നുളകളുടെ പറുദീസയുടെ സൂത്രധാരൻ. അവന്റെ പേരാണ് യാൽദബയോത്ത്. പ്രധാന ഭരണാധികാരി അല്ലെങ്കിൽ ആർക്കോൺ. ഭയങ്കര ശക്തനാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. തനിക്ക് മുകളിൽ വേറെ സത്യങ്ങളുണ്ടെന്നോ ലോകങ്ങളുണ്ടെന്നോ അവനറിയില്ല. അറിവില്ലായ്മയും അഹങ്കാരമോ അവന്റെ പ്രധാന കൈമുതൽ. ഈ തോട്ടത്തിന്റെ നടുക്ക് കഥയുടെ കേന്ദ്രബിന്ദുവായി 2 മരങ്ങളുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള മരങ്ങൾ തന്നെ. പക്ഷേ അവയുടെ യഥാർത്ഥ സ്വഭാവം അത് നമ്മൾ കേട്ടതിൽ നിന്ന് നേരെ തിരിച്ചായിരുന്നു. ഒന്നാമത്തത് ഭരണാധികാരികൾ ജീവന്റെ വൃക്ഷം എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചത്. പക്ഷെ ശരിക്കും അതിന്റെ ഫലം മരണമായിരുന്നു. അത് ആത്മീയമായ ഇരുട്ടിലേക്കുള്ള ഒരു കെണിയായിരുന്നു. ഇനി രണ്ടാമത്തത്, അവർ വിലക്കിയ അറിവിന്റെ വൃക്ഷം. എന്തിനായിരുന്നു അത് വിലക്കിയത്? കാരണം അതിലായിരുന്നു സത്യം, യഥാർത്ഥ വിമോചനത്തിലേക്കുള്ള താക്കോൽ ഒളിപ്പിച്ചിരുന്നത്. ഈ താക്കോലിനൊരു പേരുണ്ട്, എപ്പിനോയ. അതായത് പ്രകാശത്തിന്റെ ഒരു കണിക. മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചുവെച്ച ശുദ്ധമായ അറിവിന്റെ, ബോധത്തിന്റെ ഒരു തീപ്പൊരി. യാൽദബയോത്തിന് ഏറ്റവും പേടി ഈ എപ്പിനോയയായിരുന്നു. കാരണം മനുഷ്യനത് തിരിച്ചറിഞ്ഞാൽ അവന്റെ കളി തീരും. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം, ആരാണ് ആദാമിനെയും ഹവ്വയെയും ആ വിലക്കപ്പെട്ട കനി കഴിക്കാൻ പ്രേരിപ്പിച്ചത്? നമ്മൾ കേട്ട കഥയിൽ അതൊരു പാമ്പാണല്ലേ, ഒരു വില്ലൻ. പക്ഷേ ഈ കഥ പറയുന്നത് അതൊരു വില്ലനായിരുന്നില്ല, മറിച്ച് മനുഷ്യനെ സഹായിക്കാൻ വന്നൊരു ശക്തിയായിരുന്നു എന്നാണ്. അതാരാണെന്നല്ലേ? ഈ കഥ നമ്മളോട് പറയുന്ന ആഖ്യാതാവ്, ആ ദൈവിക ദൂതൻ അത് സ്വയം ഏറ്റെടുക്കുകയാണ്. ഞാനാണ് അവരെക്കൊണ്ട് അത് കഴിപ്പിച്ചത്. എന്തിന്? മനുഷ്യനെ ആ അജ്ഞതയുടെ മയക്കത്തിൽ നിന്ന് തട്ടിയുണർത്താൻ. അങ്ങനെ ആ പഴം കഴിച്ചതും ആദാമിന് ബോധോദയം വന്നു. ഇത് കണ്ട് യാൽദബയോത്ത് ശരിക്കും പേടിച്ചുപോയി. അവൻ ആദാമിനെ വീണ്ടും മയക്കി അവന്റെ നിയന്ത്രണത്തിലാക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ ആ ശ്രമം പാളിപ്പോയി. അത് തികച്ചും അപ്രതീക്ഷിതമായൊരു കാര്യത്തിലേക്ക്, ഒരു പുതിയ സൃഷ്ടിയിലേക്ക് നയിച്ചു. യാൽദബയോത്ത് ശ്രമിച്ചത് ആദാമിന്റെ ഉള്ളിൽ നിന്ന് ആ എപ്പിനോയ എന്ന പ്രകാശത്തെ ഊരിയെടുക്കാനാണ്. പക്ഷെ പ്രകാശത്തെ എങ്ങനെയാണ് പിടിച്ചുവെക്കാൻ പറ്റുക? അത് പറ്റില്ല. പകരം അവന്റെ കയ്യിൽ കിട്ടിയത് ആദാമിന്റെ ശക്തിയുടെ ഒരു ഭാഗമാണ്. ആ ശക്തി ഉപയോഗിച്ച് അവൻ കണ്ട ആ പ്രകാശത്തിന്റെ രൂപത്തെ അനുകരിച്ച് ഒരു പുതിയ രൂപമുണ്ടാക്കി. അതാണ് സ്ത്രീ. അങ്ങനെ ആദാം അവളെ കണ്ട നിമിഷം അവന്റെ ഉള്ളിലെ ആ കെട്ടുപോകാറായ തീപ്പൊരി ആളിക്കത്തി. യാൽദബയോത്തുണ്ടാക്കിയ ആ ഇരുണ്ട ലഹരി ഒറ്റ നിമിഷം കൊണ്ട് വിട്ടുമാറി. അവൻ പൂർണ്ണമായും ഉണർന്നു. അവൾ തന്റെ നഷ്ടപ്പെട്ട ഭാഗമാണെന്ന്, തന്റെ യഥാർത്ഥ പകുതിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അപ്പോ ആദാമും ഹവ്വയും ഇപ്പോ ഉണർന്നിരിക്കുന്നു. അവരെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കാനായി ആ ദൈവിക ദൂതൻ വീണ്ടും വന്നു. ഇത്തവണ ഒരു കഴുകന്റെ രൂപത്തിൽ, അറിവിന്റെ മരത്തിലിരുന്നു കൊണ്ട്. ഇതൊന്നും യാൽദബയോത്തിന് സഹിക്കാൻ പറ്റിയില്ല. തന്റെ കളിപ്പാവകൾ തന്നിൽ നിന്ന് അകന്നുപോകുന്നതും സ്വന്തം സത്യം തിരിച്ചറിയുന്നതും അവന് കാണാൻ കഴിഞ്ഞില്ല. നിയന്ത്രണം നഷ്ടപ്പെട്ടതിലുള്ള ദേഷ്യവും അസൂയയും കൊണ്ട് അവൻ പൊട്ടിത്തെറിച്ചു. അവൻ അവരെ മാത്രമല്ല, അവർ നിന്ന മണ്ണിനെ വരെ ശപിച്ചു. അവസാനം അവൻ അവരെ ആ പറുദീസയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അതൊരു സാധാരണ പുറത്താക്കലായിരുന്നില്ല. വീണ്ടും അവരെ അജ്ഞതയിലാഴ്ത്താൻ, അവരുടെ ഓർമ്മകളെ മായ്ച്ചുകളയാൻ കനത്ത ഇരുട്ടുകൊണ്ട് അവരെ പൊതിഞ്ഞാണ് പുറത്താക്കിയത്. പരദീസയ്ക്ക് പുറത്ത് കഥ കൂടുതൽ സങ്കീർണമാവുകയാണ്. പോരാട്ടം അവസാനിച്ചില്ല, അത് പുതിയൊരു തലത്തിലേക്ക് പോകുകയായിരുന്നു.
ഹവ്വയുടെ ഉള്ളിൽ ജ്വലിക്കുന്ന ആ ദൈവിക പ്രകാശത്തിൽ യാൽദബയോത്തിന്റെ കണ്ണുടക്കി. തുടർന്ന് അവൻ ചെയ്തത് വളരെ ക്രൂരമായൊരു കാര്യമാണ്. അവൻ ഹവ്വയെ കീഴ്പ്പെടുത്തി. ആ ബന്ധത്തിൽ അവൾക്ക് 2 മക്കൾ ജനിച്ചു. അവർക്ക് മൃഗങ്ങളുടെ മുഖമായിരുന്നു. ഒരാൾക്ക് കരടിയുടെ, മറ്റേയാൾക്ക് പൂച്ചയുടെ. ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ യാൽദബയോത്ത് അവർക്ക് നമ്മൾ കേട്ടിട്ടുള്ള പേരുകൾ നൽകി: കായേൻ, ആബേൽ. അതോടൊപ്പം ആദാമിന് ഹവ്വയിൽ മറ്റൊരു മകനും ജനിച്ചു, സേദ്. ഇവിടെയാണ് മനുഷ്യരാശിയുടെ ഭാവിക്കു വേണ്ടിയുള്ള യഥാർത്ഥ യുദ്ധം തുടങ്ങുന്നത്. 2 തരം വംശപരമ്പരകൾ. പക്ഷേ ആ ഇരുട്ടിലും ഒരു വെളിച്ചമുണ്ടായിരുന്നു, ഒരു പ്രതീക്ഷയുടെ കിരണം. ആദാമിന്റെയും ഹവ്വയുടെയും സ്വന്തം രക്തത്തിൽ പിറന്ന മകൻ സേത്ത്. അവൻ ഒരു പുതിയ തുടക്കത്തിന്റെ പ്രതീകമായിരുന്നു. സേത്ത് യാൽദബയോത്തിന്റെ മക്കളെപ്പോലെയായിരുന്നില്ല. അവൻ ഭരണാധികാരികളുടെ ലോകത്തിന്റെ ഒരു പകർപ്പായിരുന്നില്ല. മറിച്ച് മനുഷ്യന്റെ യഥാർത്ഥ ദൈവിക ഉറവിടത്തിന്റെ പ്രതിഫലനമായിരുന്നു അവൻ. ഉയർന്ന ലോകങ്ങളുടെ ഒരു നേർരൂപം. ഈ പുതിയ പ്രത്യാശയെ, സേത്തിന്റെ വംശപരമ്പരയെ സംരക്ഷിക്കാൻ മാതൃ ആത്മാവെന്ന് വിളിക്കുന്ന ഒരു ദൈവിക ശക്തി തന്നെ ഭൂമിയിലേക്കിറങ്ങി വന്നു. അവർക്ക് വഴികാട്ടാനും നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാനുള്ള ഒരവസരം ഒരുക്കാനും. ഇത് യാൽദബയോത്തിന് വെറുതെ നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു അവസാന ശ്രമമെന്ന നിലയിൽ മനുഷ്യർ തങ്ങളുടെ യഥാർത്ഥ ഉറവിടം എന്നേക്കുമായി മറന്നുപോകാൻ വേണ്ടി അവനവരെ മറവിയുടെ വെള്ളം കുടിക്കാൻ നിർബന്ധിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ കഥ അവസാനിക്കുന്നത് ഒരു ദുരന്തത്തിലല്ല, മറിച്ച് വളരെ ശക്തമായ ഒരു വാഗ്ദാനത്തോടെയാണ്. ഒരുനാൾ ആ മാതൃ ആത്മാവ് തിരികെ വരും, സേത്തിന്റെ പിന്മുറക്കാരെ സുഖപ്പെടുത്തും. ഈ ലോകത്തിന് അതിന്റെ നഷ്ടപ്പെട്ട വിശുദ്ധി തിരികെ നൽകും എന്ന ഉറച്ച പ്രതീക്ഷയോടെ. അപ്പോ ഈ കഥ നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഉറച്ചായും വിശ്വസിക്കുന്ന, നമുക്ക് മനഃപ്പാടമായ കഥകളിൽ പോലും നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? നമ്മൾ സത്യമെന്ന് കരുതുന്ന വേറെ ഏതൊക്കെ കഥകളിലാണ് ഇതുപോലുള്ള രഹസ്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത്?